ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പാറൂസ് ക്രിയേഷൻസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലെങ്ങനെ മുട്ട ബിരിയാണി തയ്യാറാക്കാം എന്നാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ മുട്ട ബിരിയാണി തയ്യാറാക്കാനാണ് പോകുന്നത്. അപ്പം അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ പെട്ടെന്ന് വളരെ വെജിറ്റബിൾസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് വീട്ടിലുള്ളത് വെച്ച് നമുക്ക് പെട്ടെന്ന് എങ്ങനെ നമുക്കൊരു നല്ലൊരു മുട്ട ബിരിയാണി തയ്യാറാക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്കായി ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയാണ്. ഇപ്പം നമുക്കൊന്ന് അത് നെയ്യിലോ എണ്ണയിലോ ചേർത്ത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മുരിച്ചെടുക്കണം. അടുത്ത് ഞാനൊരു വലിയൊരു സവാള അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് കണക്കാക്കിയാണ് ഞങ്ങളിവിടെ ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വലിയ സവാള കട്ട് ചെയ്ത് സ്ലൈസായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് 3 ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനത് ചീനി ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണയോ നിങ്ങൾക്ക് നെയ്യോ ഉപയോഗിക്കാം. ഞാനിവിടെ എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാളയും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് മൊരിയിച്ചെടുക്കുക. അടുത്ത് അതിലേക്കായി ഞാൻ അരിയിൽ ഇടാൻ വേണ്ടി നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, ഗ്രൈൻഡപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത് അതിലേക്കായിട്ടുള്ള ബസ്മതി റൈസോ നിങ്ങളുടെ ബിരിയാണിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന അരി നല്ല രീതിയിലൊന്ന് 1-2 വെള്ളം കഴുകി നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളം തോർന്നൊന്ന് കുറച്ച് നേരം വെച്ചിരിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും മല്ലിയിലയുമാണ്. അത് നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ ഫ്രൈ ആയതിനു ശേഷം അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. അതേ നെയ്യിലോ എണ്ണയിലോ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നല്ല രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് അണ്ടിപ്പരിപ്പ് നല്ല രീതിയിൽ ഫ്രൈ ആകുന്നത് ഇഷ്ടമല്ല, ചെറിയൊരു തോതിൽ ആകുന്നതാണ് ഇഷ്ടം. ഉണക്കമുന്തിരി ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് രീതിയിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് നല്ല രീതിയിലൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി റെഡിയായി, ഉണക്കമുന്തിരിയും നമ്മുടെ അണ്ടിപ്പരിപ്പ് എല്ലാം റെഡിയാണ്. അപ്പോൾ നമുക്ക് അരി തയ്യാറാക്കണം, ബിരിയാണി റൈസ്. അപ്പോൾ അതിലേക്കായി ഞാനൊരു കുക്കർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ കുക്കറിലോട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് ചിലവർക്ക് നെയ്യ് കൂടുതൽ ഇടുന്നത് ഇഷ്ടമല്ല, ചിലവർക്ക് കുറച്ചിടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. കാരണം നമുക്ക് 2 വിസിലാണ് ഇതിൽ ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാൻ അതിൽ ആവശ്യത്തിനുള്ള നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് ഒരിക്കലും നല്ല സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ, പലവരും പല എസൻസ് ആഡ് ചെയ്യുന്നവരുണ്ട്. ഞാനൊരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക കേട്ടോ, 2 ഏലക്ക ഒന്ന് നല്ലൊരു മണം, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം 2 ഏലക്ക ഒന്ന് തല്ലി പൊട്ടിച്ച് അതിനകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നമ്മൾ ഗ്രൈൻഡപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെന്ന് വെച്ചാൽ നമ്മുടെ അരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരി അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആ 1 ഗ്ലാസ് അരി, ഞാനിപ്പോൾ ഈ ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അഥവാ അളവ് കൂടിപ്പോയാൽ നമ്മുടെ ബിരിയാണി നല്ല രീതിയിൽ പിടിച്ച് കിട്ടില്ല, വെള്ളത്തോടെ നമുക്ക് ബിരിയാണി കിട്ടും. അപ്പം ഈ ഒരു അളവിൽ നിങ്ങൾ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് അതേ കപ്പിൽ 2 കപ്പ് ആഡ് ചെയ്യുക. അപ്പം ഞാൻ ഈ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഞാനതിൽ 1 സ്പൂണാണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇച്ചിരി ചീസ് കേട്ടോ, ഒരു നുള്ളി ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം, ഇഷ്ടമാണെങ്കിൽ. പിന്നെ നല്ലൊരു വേഗിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നാരങ്ങ ഒരു പകുതി, ഹാഫ് ലെമൺ കട്ട് ചെയ്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ നല്ല രീതിയിൽ അടച്ചു വയ്ക്കുക. 2 വിസിൽ വരണം. 2 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് മുട്ട നല്ല രീതിയിലൊന്ന് കഴുകി വാഷ് ചെയ്ത് നമുക്ക് ഒന്ന് അവിക്കാനായിട്ട്, ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഞാനത് പ്രസ്റ്റീജിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ അരിയും തയ്യാറാവും, അതുപോലെ തന്നെ നമ്മൾ മുട്ടയും തയ്യാറാവും. അപ്പം ആ സമയത്ത് നമുക്ക് സലാഡ് റെഡിയാക്കാം. സലാഡിനായി ഞാൻ എടുത്തിരിക്കുന്ന അതേപോലെ തന്നെ 1 സവാള, 1 തക്കാളി, പച്ചമുളക്, പിന്നെ നമ്മുടെ മാസയുടെ തൈര് കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 2 സ്പൂൺ കട്ട തൈര് ആഡ് ചെയ്യുക. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള,
നമ്മുടെ പച്ചമുളക്, നമ്മുടെ തക്കാളി, ഓപ്ഷണൽ തക്കാളി ആഡ് ചെയ്യുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ വിസിൽ കേട്ടിട്ടുണ്ട്, 2 വിസിൽ റെഡിയാണ്, നമ്മുടെ അരി റെഡി. അപ്പോൾ നമ്മുടെ ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഇത് ബാക്കി സലാഡ് നമുക്ക് തയ്യാറാക്കാം. ഇപ്പം 2 വിസിലാണ് കേട്ടോ. ഓരോ റൈസിനും ഓരോ രീതിയാണ്. ബസ്മതി റൈസിൽ ചിലത് ഒരു വിസില്, ചിലത് 2, ചിലവർ കോരാൻ ഇട്ടിരിക്കുന്നവരുണ്ട് അരി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് 1 വിസിൽ, അല്ലാത്തവർക്ക് 2 വിസിലാണ്. അപ്പോൾ സവാള നല്ല രീതിയിൽ തൈരിനോടൊപ്പം തന്നെ നമ്മുടെ നന്നായിട്ട് കൈകൊണ്ട് ഞവടി ഉപ്പും കൂടെ ആഡ് ചെയ്തെടുക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. തൈരിൽ തന്നെ സവാള, തക്കാളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി നോക്കാം. നമ്മുടെ കണ്ടല്ലോ, ബിരിയാണി ചോറ് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ മണവും വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒന്ന് സെറ്റാക്കി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ബിരിയാണി എന്ത് ചെയ്യുക, നമ്മൾ ലാസ്റ്റത്തെ ഒരു കടമയിലോട്ട് കിടക്കുകയാണ്. 1 സ്പൂൺ ബിരിയാണി റൈസ് അങ്ങനെ വാരിയിട്ടിട്ട് അതിൽ നമ്മൾ കുരുകുനാ നമ്മൾ അഴങ്ങി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന സവാള അതിന് ചുറ്റും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി, നിങ്ങൾക്ക് ആവശ്യമുള്ള നട്ട്സും നിങ്ങൾ അതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ ബിരിയാണി അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മുടെ ബിരിയാണി ഇട്ട് നമ്മുടെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിയൊക്കെ നമ്മൾ അതിൻ്റെ പുറത്ത് വീണ്ടും ആഡ് ചെയ്യുവാണ് കേട്ടോ. വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് വീണ്ടും നമുക്ക് ഇതിൻ്റെ പുറത്തുനിന്ന് നെയ്യോ എണ്ണയോ തൂറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും, നല്ലതാണ്. കുറച്ചുകൂടെ രുചി കൂട്ടാനും നല്ല ഫ്ലേവറിന് വേണ്ടി നല്ലതാണ്. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തില്ല. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണി ടിപ്പാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, വീണ്ടും ഞാൻ അതിൽ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആവശ്യം വെച്ചിരിക്കുന്ന 1 മുട്ടയും കൂടെ അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 പേർക്കുള്ള ബിരിയാണിയാണ് കേട്ടോ. 1 ഗ്ലാസ് അരിയും 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമ്മൾ റെഡിയാക്കിയെടുത്ത് നമ്മൾ ബിരിയാണി റെഡി. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻസ്, അതിൻ്റെ എന്താണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ളത് കമൻസിൽ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലെങ്കിൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.